കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരങ്ങളൊക്കെ ഒന്ന് കൊടുത്തേ. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈശോയുടെ കയ്യിൽ കൊടുക്കുക. പക്ഷേ വലിയൊരു പ്രതിസന്ധിയിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളോട് ആ പ്രാർത്ഥന ചോദിച്ചവരൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ കാര്യം ഈശോയുടെ സ്നേഹമൊന്നും അവർ അനുഭവിച്ചറിയണം. അവർ പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്തേ, നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഓർത്തേ. ഈശോ ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അടുത്തൊരു തീരുമാനം എന്തെടുക്കണമെന്ന് അറിയത്തില്ല. എടുത്ത തീരുമാനങ്ങളെല്ലാം സങ്കടത്തിലായിപ്പോയി. ഇനി ആരോട് എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല. സംസാരിക്കാൻ ഒരാളില്ല, ഒരു ഉപദേശം തരാൻ ആരില്ല, സ്നേഹിക്കാൻ ആരുമില്ല. ഒന്ന് പൊതിഞ്ഞു പിടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ പോലും ഇല്ല. ഈശോയെ, ഞങ്ങളോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഇന്ന് നീ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ ഈ ദിവസം അങ്ങനെ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ കൂട്ടായ്മയിൽ, ആത്മീയ സ്നേഹത്തിൽ ഞങ്ങൾ അവരെല്ലാം ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങളുടെ കരങ്ങളിലേക്ക് അവരെല്ലാം തരികയാണ്. അവരങ്ങളുടെ സ്നേഹം അറിയട്ടെ. പരീക്ഷ തോറ്റുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ സ്നേഹം അറിയട്ടെ. ജോലി ലഭിക്കാതെ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ സ്നേഹം അറിയട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഞങ്ങളുടെ സ്നേഹം അറിയട്ടെ. വിവാഹ തടസ്സം നേരിടുന്നവർ ഞങ്ങളുടെ സ്നേഹം അറിയട്ടെ. അടുത്ത തീരുമാനം എന്തെന്ന് എടുക്കേണ്ടതെന്ന് അറിയത്തില്ലാതെ സങ്കടപ്പെടുന്നവർ ഞങ്ങളുടെ സ്നേഹം അറിയട്ടെ. കമ്മ്യൂണിറ്റികളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമൂഹത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോയവർ ഈ സമയം അങ്ങയുടെ സ്നേഹം അറിയട്ടെ. അങ്ങയുടെ